ദൈവത്തിൻ്റെ സ്വർഗീയമായ ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്നും നമുക്ക് വേണ്ടി മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങളാണ് വേഗത്തിൽ ലഭിക്കുന്ന ചില സ്വപ്നങ്ങൾ. സഡനായിട്ടൊരു ആക്ഷൻ നമ്മൾ എടുക്കേണ്ട സാഹചര്യത്തിലാണ് സ്വപ്നങ്ങൾ കർത്താവ് നമുക്ക് നൽകാറുള്ളത്. ദൈവത്തിൻ്റെ ഇൻഫോർമേഷൻ സെൻറ്ററിലെ മുന്നറിയിപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ് അത് വരുന്നത്. ഇന്നത്തെ പ്രവചന തോതിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ സവിസ്തരമായി ചില കാര്യങ്ങൾ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗൗരവമേറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി കർത്താവ് പങ്കുവെക്കാൻ പോകുന്നു. ആ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ക്ലാസ് റൂം നിങ്ങളുടെ ഉറക്കമാണ്. അവിടെ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം, ആ സിലബസ് തമ്പുരാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ ദിവസങ്ങളിലെ 2-3 സ്വപ്നങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായകമായ വഴിത്താരകളെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ ജീവിതവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന അതിശക്തമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ദൂതിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. പ്രാർത്ഥനയോടെ കേട്ടാലും നിങ്ങൾക്കെല്ലാം പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വേദഭാഗങ്ങൾ. അതിങ്ങനെയാണ് പറയുന്നത്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ ജോസഫേ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ലിംഗനിർണയം ഇവിടെ നടക്കുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം. ജനിക്കാൻ പോകുന്ന കുട്ടി ആരാണ്, ചെയ്യാൻ പോകുന്ന ജോലി എന്താണെന്ന് നിർണ്ണയിക്കപ്പെടുന്നു. 3, ആ കുട്ടിക്ക് ഇടേണ്ടതായ പേരെന്താണെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടുന്നു. നീ അവന് യേശുവെന്ന് പേരിടണം. 24-ാം വാക്യം: ജോസഫ് ഉറക്കം ഉണർന്നു. അപ്പോൾ ഉറക്കത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്ത് കൊണ്ടു. 2-ാം അധ്യായത്തിൻ്റെ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വേദഭാഗം. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നോക്കൂ, കൂടെ ദൈവത്തിൻ്റെ ഇടപെടൽ സ്വപ്നത്തിലൂടെ പിതാവിന് ലഭിക്കുന്നുണ്ട്. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. എങ്ങോട്ടേക്ക് പോകണം, എപ്പോൾ പോകണം, ആ സമയവും സ്ഥലവും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. തൊട്ട് മുൻപ് പ്രതിപാദിച്ചതല്ല, വേറെ കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് തിരിച്ചു വരണമെന്നുള്ളത് അടുത്തത് ഞാൻ കൽപ്പിക്കും. അന്ന് വരെ നിങ്ങൾ അവിടെയാണ് താമസിക്കേണ്ടത്. അടുത്തത്: ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ശയനഗ്രഹത്തിൽ രാജാവ് മറ്റാരോടും പറയാത്ത കാര്യം തൻ്റെ ഹൃദയത്തിൽ നിരൂപിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ ഹൃദയം കർത്താവിൻ്റെ വളർത്തപ്പനായിരുന്ന ജോസഫിന് ദൈവത്തിൻ്റെ ദൂതൻ ചോർത്തി കൊടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. സ്വപ്നങ്ങൾ നിസ്സാരമല്ല. അണിയറകളിൽ ഉന്നതന്മാരുടെ ഹൃദയത്തിനകത്തെ നിഗൂഢമായ രഹസ്യങ്ങൾ നിങ്ങൾ കൃത്യമാംവിധം വായിക്കാൻ പോവുകയാണ്. എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നടക്കാൻ പോകുന്ന പലരുടെയും നിഗൂഢമായ പദ്ധതികൾക്കകത്ത് നിങ്ങൾ ഇരയായി പോകാതിരിപ്പാൻ, അവർ കാര്യങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ട് വരുന്നതിന് മുന്നവേ നിങ്ങളുടെ മേലുള്ള തൻ്റെ രക്ഷയുടെ ഭദ്രതയെ ദൈവം കൃത്യമാവണ്ണം ഉറപ്പിക്കുവാൻ നിങ്ങൾക്ക് ചിലത് വെളിപ്പെടുത്തി തരുന്നു. നിങ്ങൾ കാണും, നിങ്ങൾ കേൾക്കും, നിങ്ങൾ പോകും. ഭാവിയെ സംബന്ധിച്ചുള്ളതായ തീരുമാനങ്ങൾ ചിലർക്ക് ഈ ദിവസങ്ങളിൽ കിട്ടും. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? 2, ജനിക്കാൻ പോകുന്ന തലമുറകളെക്കുറിച്ച് നിങ്ങൾ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരാണോ? ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ളതായ സ്വപ്നം ചിലർ കാണുമെന്നാണ് കർത്താവിൻ്റെ ആത്മാവിനിക്ക് ഇതിലൂടെ ബോധ്യവൽക്കരണം നൽകുന്നത്. 3, നിൻ്റെ തലമുറയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ളതായ നിർണയകരമായ തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ചിലർക്കിന്ന് ബോധവൽക്കരണം നൽകും. 4, ചിലർ പോകാൻ പോകുന്ന സ്ഥലങ്ങൾ എവിടേക്കാണ്, ആ സ്ഥലങ്ങൾ, ആ ഭൂപ്രകൃതി ചിലർ സ്വപ്നം കാണും. മാസിഡോണിയയിലേക്ക് വരിക, മക്കതോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നുള്ളതായ ഒരു ക്ഷണം പൗലോസ്ലീഹായ്ക്ക് മക്കതോനിയക്കാരനായ ഒരു പുരുഷൻ നൽകുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ എവിടേക്ക് പോകണമെന്നത് വ്യക്തമാവണ്ണം ഉറപ്പിക്കപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ ദിശാബോധം നൽകുവാൻ ദൈവം തൻ്റെ ആശയം നിങ്ങൾക്ക് നൽകിത്തരും. സ്വപ്നങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് ഒരുക്കി തരാൻ പോവുകയാണ്.
നോക്കൂ, ജോസഫ് എന്ന് പറയുന്ന കർത്താവായ യേശുവിൻ്റെ വളർത്തച്ഛൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും കൃത്യമാം വിധം ദൈവം തൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് സമയാസമയങ്ങളിൽ നൽകിയിരുന്നതായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. അദ്ദേഹം കണ്ടത് കേവലം പേക്കിനാവുകളായിരുന്നില്ല. മുൻപ് പറഞ്ഞതുപോലെ രാജാവിൻ്റെ ശയനഗൃഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങളായിരുന്നു തക്ക സമയത്ത് ഇദ്ദേഹത്തിന് കൃത്യമാം വിധം ദൈവത്തിൻ്റെ ദൂതൻ ചോർത്തി കൊടുത്തത്. അങ്ങനെ തൻ്റെ ജീവിതത്തിന് അപകടമാകേണ്ട സാഹചര്യത്തെ അതിശക്തമാം വിധം ജയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ മകനായ ഒരു ജോസഫിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവദാസൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ലോകത്താർക്കും വായിപ്പാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായ ഫറവോ രാജാവിൻ്റെ ഹൃദയത്തിലിരുന്ന സ്വപ്നവും വ്യാഖ്യാനിക്കാൻ, അയാൾ കണ്ട സ്വപ്നം ഓർത്തു പറയാൻ, അയാൾ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം വിവരിപ്പാൻ, അയാളുടെ ഹൃദയത്തിന് പോലും കണ്ടെത്താൻ കഴിയാതെ നിഗൂഢമായി പോയ ഒരു ഡ്രീം, ഒരു ഇൻഫോർമേഷൻ കണ്ടെത്തി വ്യക്തമാം വിധം രാജാവിനെ ബോധവൽക്കരിക്കാൻ ജോസഫ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ പുത്രന് സാധിച്ചതായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. വരാൻ പോകുന്ന 7 വർഷത്തെ സമൃദ്ധമായ കാലഘട്ടവും അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന 7 വർഷത്തെ ദാരിദ്ര്യം നിറഞ്ഞ ക്ഷാമകാലവും എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനയായിരുന്നു രാജാവിൻ്റെ ഹൃദയത്തിൽ കിട്ടിയ സ്വപ്നം. പക്ഷേ അത് വ്യാഖ്യാനിക്കുവാനും അത് കണ്ടെത്തി അതിൻ്റെ വിവരണം നൽകുവാനും യാക്കോബിൻ്റെ മകനായ ജോസഫിനെയാണ് ദൈവം നിയോഗിച്ചത്. സമൂഹത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, ഈ വക കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കുഞ്ഞിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് മുൻകരുതലെടുക്കണം, ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കാലേക്കൂട്ടി കാര്യങ്ങൾ അറിയിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയുടെ മുൻകരുതൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ് കൂടുതലായും സ്വപ്നങ്ങൾ എന്ന് പറയുന്നതായ ഭാഷ ദൈവം മനുഷ്യർക്കായിട്ട് നൽകുന്നത്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്ന് മുൻകരുതലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായും അറിയിക്കുവാൻ വേണ്ടിയാണ് സ്വപ്നങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്. സഡനായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ അതിവേഗം എടുക്കേണ്ടതായ ജാഗ്രതാപൂർണമായ നിർദ്ദേശങ്ങളാണ് സ്വപ്നങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തരുന്നത്. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല. നമ്മളാണ് ഉറങ്ങുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ കർത്താവ് ഉണർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിൽ പ്രിയപ്പെട്ടത് നമുക്ക് തരാൻ തൻ്റെ പ്രിയനായവൻ അവന് ഉറക്കത്തിൽ നൽകുന്നു. മക്കളെക്കുറിച്ചുള്ളതായ ദൈവവചന പ്രബോധനമാണെങ്കിൽ കൂടിയും വ്യക്തമായിരിക്കുന്ന ഇൻഫോർമേഷനുകൾ കർത്താവ് നമുക്ക് മുന്നറിയിപ്പുകൾ സ്വപ്നത്തിലൂടെയാണ് നൽകി തരുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ തൻ്റെ ദൗത്യപാതയിലേക്കുള്ളതായ യാത്രയെ യാക്കോബ് സ്വപ്നമായി കണ്ടു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ലോകത്താകമാനം സംഭവിക്കുവാൻ പോകുന്ന ക്ഷാമകാലത്തെക്കുറിച്ച് ഫറവോൻ സ്വപ്നം കണ്ടു. ദാനിയേൽ പ്രവാചകൻ രാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും ഭാവി എന്താകും എന്നതിനെക്കുറിച്ചുള്ളതായ വിശാലമായ സ്വപ്നങ്ങൾ കണ്ടു. കർത്താവിൻ്റെ വളർത്തച്ഛനായ ജോസഫ് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ളതായ സ്വപ്നം കണ്ടു. കർത്താവിൻ്റെ ദാസനായ പൗലോസ്ലീഹ ഒരു മാസിഡോണിയക്കാരനായ പുരുഷനും വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് വിളിച്ചുകൊണ്ട് മാസിഡോണിയയിലേക്കുള്ളതായ തൻ്റെ സുവിശേഷ യാത്രയുടെ പ്രവേശനത്തെ സ്വപ്നമായി കണ്ടു. യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ജാതികളുടെ ഇടയിലേക്കുള്ളതായ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സമയമായപ്പോൾ പരിച്ഛേദനക്കാരുടെ മാത്രം ഇടയിലായിരുന്ന പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ ദൈവം ജാതികളുടെ ഇടയിലേക്ക് അയക്കാൻ നേരം ആകാശത്ത് നിന്ന് കെട്ടിയിറക്കുന്ന ഒരു തുപ്പട്ടിയെക്കുറിച്ചുള്ളതായ സ്വപ്നം, ദർശനം പ്രിയപ്പെട്ട തൻ്റെ ശിഷ്യനായ പത്രോസിനും കർത്താവ് നൽകി. ഒരു സ്വപ്നവും വെറുതെ വരുന്നില്ല. അതിനപ്പുറത്ത് ദൈവം കാര്യപ്രസക്തമായ എന്തോ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. പലരും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആത്മീക മഹത്വം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഉറക്കം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ, ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ മറന്നു പോകുന്ന ഓർമ്മകളുടെ മറവികളുടെ കൂട്ടത്തിൽ അതിങ്ങനെ അങ്ങ് അടിഞ്ഞു പോവുകയാണ്. അങ്ങനെയല്ല. കൃത്യമാമ്പതം ഓർത്തിരിക്കുവാനുള്ള കൃപ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ചോദിക്കണം. സംഭവിക്കാൻ പോകുന്നത് കാണാനുള്ള കണ്ണുകൾ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കണം. ഉറക്കമുണർന്നപ്പോൾ ഈ ദൈവഭക്തന്മാർക്കെല്ലാം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ളതായ വ്യക്തമായ ദിശാബോധമുണ്ടായിരുന്നു. ഉറക്കച്ചടവോടുകൂടെ വായിക്കോട്ട വിട്ട് അവർ അലക്ഷ്യമായി നടക്കുകയായിരുന്നില്ല. ചെയ്യാൻ പോകുന്നൊരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് അവർ കാര്യങ്ങളെ സജ്ജമാക്കുകയായിരുന്നു. ഒരു യുദ്ധകാഹളം കേൾക്കുമ്പോൾ ഒരു പടയാളി എങ്ങനെയാണോ തയ്യാറാകുന്നത് അത് കണക്കെയായിരുന്നു ദൈവം അവർക്ക് നൽകിയ സ്വപ്നങ്ങളുടെ മുമ്പിൽ അവരെല്ലാം റെസ്പോണ്ട് ചെയ്തത്. നിങ്ങൾ എങ്ങനെയാണ് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന സ്വപ്നങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കുന്നത്? അതിനനുസൃതമായിട്ടാണ് നിങ്ങളുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ചിട്ടപ്പെടാൻ പോകുന്നത്. ഞാൻ കുറച്ച് മുൻപ് നിങ്ങളോട് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ സ്വർഗീയ ഡിപ്പാർട്ട്മെൻറ്റിൽ, ദൈവത്തിൻ്റെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്നും നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളുടെ ഗണത്തിലാണ് സ്വപ്നങ്ങൾ വെളിപ്പെട്ടു വരുന്നത്.
അപ്പോൾ ഒരു മുന്നറിയിപ്പ് അപകടകരമാം വിധം ലഭിച്ചാൽ എങ്ങനെയാണ് നമ്മൾ അതിന് മുമ്പിൽ ഒരുങ്ങേണ്ടത്? പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായി ചില അനർത്ഥകരമായ സാഹചര്യങ്ങളെയോ സങ്കടപ്പെടുത്തുന്നതായ ചില വിഷയങ്ങളെയോ സ്വപ്നം കാണുന്നവർക്ക് എങ്ങനെയാണ് അതിന് മുമ്പിൽ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു അവബോധം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇന്നത്തെ ദൂത് നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ബോധവൽക്കരണ സെക്ഷനായി ഈ പ്രവചനദൂതിൻ്റെ ഈ രണ്ടാം ഭാഗം മാറുകയാണ്. യേശു നമ്മളെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വരി നമ്മളത് പ്രത്യേകം ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം അതെങ്ങനെയാണ്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. യേശു ശിഷ്യരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ആ പ്രാർത്ഥനയുടെ വാക്ക് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്തരുതേ. ഗെത്സമന തോട്ടത്തിലും യേശു ശിഷ്യന്മാരോട് ഇത് പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഒരു പ്രോബ്ലം ദൈവത്തിൻ്റെ ആത്മാവ് ഇൻഫോർമേഷനായിട്ട് തന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ശക്തമാം വിധം പ്രാർത്ഥിക്കുക എന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നടന്നു കഴിഞ്ഞ ശേഷം അയ്യോ പത്തോ പറഞ്ഞാൽ ഒരു പക്ഷേ അത് രക്ഷപ്പെടണമെന്നില്ല. അപ്പോൾ നീക്കുപോക്കുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനയാൽ നീങ്ങിപ്പോകുന്ന കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് മുൻകൂട്ടി കാലേക്കൂട്ടി അറിയിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പിൽ ജാഗ്രതയോടുകൂടെയുള്ള ഒരു പെരുമാറ്റം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അലക്ഷ്യമായി കളയാതെ പ്രാർത്ഥിച്ചുണർന്ന് അതിൻ്റെ മുൻപിൽ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന കഴിക്കുക എന്നത് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിലത് സമാപിക്കുവാൻ, ചിലത് നീങ്ങിപ്പോകുവാൻ, ചിലതിന് അവസാനം കുറിക്കാൻ, ചിലത് സംഭവിക്കാതിരിക്കാൻ, ചിലതൊക്കെ മാറിപ്പോകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷ സങ്കടകരമാണ്. വന്നു കഴിഞ്ഞിട്ട് കരയുന്നതിനേക്കാളും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് മുൻകരുതലെടുക്കുന്നതാണ് നല്ലത്. അകപ്പെട്ടു പോയാൽ ചിലപ്പോൾ കിടന്ന് കറങ്ങിപ്പോയെന്നിരിക്കും. ഇപ്പോഴത്തെ ബലത്തോടെ ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയണമെന്നില്ല. ഇപ്പോഴത്തെ ആസ്തിയും പേരും പെരുമയൊന്നും അത് കഴിയുമ്പോൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഒരനർത്ഥത്തിൽ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് മുൻകരുതലെടുത്താൽ നിനക്ക് രക്ഷപ്പെടാം. പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ചിലതിനെ അടയ്ക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു താക്കോലാണ്. അത് തുറക്കാൻ മാത്രമല്ല, താക്കോൽ പൂട്ടാനോ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലതിനെ നേരെ വലിച്ചടയ്ക്കേണ്ട ഒരു സാക്ഷിയായി നമ്മുടെ മുമ്പിൽ ഈ ദിവസത്തിലെ മുന്നൊരുക്കങ്ങളുടെ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ ആത്മാവ് ഡിസൈൻ ചെയ്യാൻ പോകുന്നു. ഞാനിത് പറയുമ്പോൾ എവിടെയൊക്കെയോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ള പ്രേരണ ദൈവത്തിൽ നിന്ന് ലഭിച്ച ചില പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നു. നിങ്ങളുടെ ലൈഫിന്മേൽ പരിശുദ്ധാത്മാവ് ജാഗ്രതയോടുകൂടെ നോക്കിയിരിക്കുന്നു. ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പലപ്പോഴും നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നത് സ്വപ്നങ്ങളിലൂടെയാണ്. സ്വപ്നങ്ങളെ അലക്ഷ്യമാക്കി കളയുന്നവർക്ക് അത് കിട്ടാറില്ല. പ്രവചനങ്ങളെ തുച്ഛീകരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പിന്നീട് പ്രവചനാത്മാവിൽ ഇടപെടാറില്ല. ഈ പ്രവചനദൂതിനെ സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരാളോട് സംസാരിക്കാൻ മിണ്ടാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തി മുഖം തിരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുകയില്ല. എന്നാൽ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടുകൂടെ വളരെ ശ്രദ്ധയോടിരുന്നാൽ നമുക്ക് ആ വ്യക്തിയോട് പിന്നെ സംസാരിക്കാൻ താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് പ്രവചനം തുച്ഛീകരിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഇൻഫോർമേഷനാണത്. അത് ശോധന ചെയ്യുക. അത് ഡയറക്ഷൻ അല്ല, ഇൻഫോർമേഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് ഡയറക്ഷൻ ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന സൂചനകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പാതയെ നമുക്ക് സുഗമമാക്കി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റോടുകൂടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഈ വാക്കുകളുടെ മുമ്പിൽ, കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളുടെ മുമ്പിൽ പ്രതികരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം അല്ലെങ്കിൽ 37-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വചനം നമ്മളോട് പറയുന്നു, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ്, അതായത് ഒരു പുതിയ ബന്ധം കണ്ടെത്താൻ തുടങ്ങുന്നതിന് മുൻപ്, ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ്, ഒരു ജോലിയിൽ നിന്നും അടുത്ത ജോലിയിലേക്ക് ഒരു മാറ്റം, ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളതായ ചേഞ്ചുകൾ, വലിയ തോതിലുള്ളതായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സമയമാകുമ്പോൾ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം വിവേകത്തിൽ ഊന്നിയൊരു തീരുമാനമെടുത്ത് തോക്കാൻ നിൽക്കരുത്. പകരം അതിന് മുൻപിൽ ശക്തമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കണ്ടെത്തുക. ഞാനത് സ്വാഭാവികമായി 3 ദിവസം ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആൾക്കാരോട് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞ പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും നിർദ്ദേശങ്ങൾ കിട്ടി. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ കിട്ടാതെയും പോയിട്ടുണ്ട്. അങ്ങനെ നിർദ്ദേശങ്ങൾ കിട്ടാതെ പോകുമ്പോൾ നിരുത്സാഹികളാകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സുരക്ഷിതമായിരിക്കുന്ന മറുപടിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. ഈ ദിവസങ്ങളിൽ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടാകും. കാരണം 3 ദിവസങ്ങൾ നിങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ശ്രദ്ധ നിങ്ങൾ ക്ഷണിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് മിണ്ടിയില്ല എന്നോർത്ത്, പ്രാർത്ഥന കഴിയുമ്പോൾ മിണ്ടിയില്ല എന്നോർത്ത്, ദൈവം മറുപടി പറഞ്ഞില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നിങ്ങളുടെ വഴികളിൽ കൂടിയിരിക്കും.
ഇതോടുകൂടെ ചേർന്നൊരു കാര്യം കൂടെ പറയട്ടെ. പല പ്രാർത്ഥനകളുടെയും മറുപടികൾ ദൈവം നൽകുന്നത് സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു പ്രവാചകനോട് ദൂത് കിട്ടിയില്ല എങ്കിൽ കൂടിയും ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ ഉറക്കം എന്ന ക്ലാസ് റൂമിൽ വെച്ചാണ്. പകലോ രാത്രിയിലോ ഏത് സമയത്താണോ നിങ്ങൾ സുഖമായി ഉറങ്ങുന്നത്, ആ ഉറക്കത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു മാത്രം ഇങ്ങനെയുള്ളതായ പ്രത്യേക മാറ്റങ്ങൾ, ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ, ജോലിയിലെ മാറ്റം തിരഞ്ഞെടുക്കുന്നതിൽ, പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്നതിൽ, പുതിയ രാജ്യത്തേക്കുള്ള യാത്രയ്ക്ക് തിറങ്ങുന്നതിൽ പ്രാർത്ഥനയോടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാവുക. നാലാമത്തെ കാര്യം, മുൻകരുതലുകൾ. നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ. പലരും തോറ്റുപോകുന്നത് അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാത്തതിനാലാണ്. പലർക്കും അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന പണം, അതിനകത്ത് ബുദ്ധിപൂർവമായൊരു ബഡ്ജറ്റ് നിങ്ങൾ തയ്യാറാക്കണം. അതില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകരുത്. ഒരു വീട് എങ്ങനെ പണിയണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് രൂപകൽപ്പന ചെയ്തിട്ടല്ലേ പണിയാൻ ഇറങ്ങുന്നത്, അല്ല ചുമ്മാ കല്ലും കട്ടയെടുത്ത് പണിയല്ലല്ലോ. അതുപോലെ തന്നെയാണ് ദൈവം നൽകുന്ന പണം അത് എവിടെ വെക്കണം, എവിടെ ചെലവഴിക്കണം, എവിടെ നിക്ഷേപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇല്ലാതൊരിക്കലും ഈ കാര്യം ചെയ്യരുത്. ഒരു മൂർച്ചയുള്ള കത്തി ഒരു കുഞ്ഞിൻ്റെ കൈ കൊടുക്കത്തില്ലല്ലോ. വാഹനം ഓടിക്കാൻ അറിയാൻ വയ്യാത്തവരെ ഈ വണ്ടിയുടെ താക്കോൽ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കൃത്യമാംവിധം ഈ കാര്യം എങ്ങനെ വിനിയോഗിക്കണമെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ബുദ്ധിപൂർവമായ ഒരു ബഡ്ജറ്റ് നിങ്ങൾ തയ്യാറാക്കണം. നിക്ഷേപങ്ങൾ നടത്തണം. ജാഗ്രതയോടുകൂടെ വരവറിഞ്ഞ് ചെലവഴിക്കണം. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അവരവരുടെ ജാടയും വലിപ്പവും പൊങ്ങച്ചമൊക്കെ കാണിക്കാൻ വേണ്ടി, പലരുടെയും മുൻപിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി തങ്ങളുടെ പണം ദുർവിനിയോഗം ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. പണത്താലുള്ള മാന്യത നഷ്ടമാകുന്നതാണ്. ദൈവം നിന്നെ ഉയർത്തും. ആ സമയം അതിന് നിലനിൽപ്പുണ്ടാകും. പണം നഷ്ടപ്പെടുമ്പോൾ, പണം ദുർവിനിയോഗം ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന പണം കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ വലിപ്പം പണം കൊണ്ട് സൃഷ്ടിക്കരുത്. അത് നാശക്കളിയാണ്. ഒരിക്കലും അതിനു വേണ്ടി തയ്യാറാകരുത്. താഴ്മയോടും ദൈവകൃപയോടും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകളെ വർദ്ധിപ്പിക്കുവാൻ, വളർത്തുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അത് ദൈവരാജ്യത്തിന് ഗുണകരമാകും. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ തലമുറയ്ക്ക് ഗുണകരമാകും. നിങ്ങളുടെ 80% പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അടുത്ത കാര്യം, ആരോഗ്യത്തിൻ്റെ മേൽ ജാഗ്രത ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ദൈവം നമുക്ക് നൽകുന്ന ആരോഗ്യത്തെ, അത് ജീവിതശൈലിയെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കണം. ആരോഗ്യപരമായ ഒരു ജീവിതശൈലി നമ്മൾ പിന്തുടരണം. പലരുടെയും ഒരു പ്രശ്നമാണ്, ഒരു കുഞ്ഞു രോഗം കണ്ടാൽ അവരതിനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് വലുതായാലേ അവർ കൈക്ക് അവർ ആശുപത്രി പോവുള്ളൂ. ലോകത്ത് ഇതുപോലൊരു മണ്ടൻ തീരുമാനം വേറൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ ചെറിയൊരു പ്രോബ്ലം കണ്ടാൽ, നിങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായാൽ നിങ്ങൾ അതിട്ടുകൊണ്ട് ഓടിക്കുമോ? ഓടിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലെ പ്ലഗിനകത്ത് ഒരു തീപിടുത്തം കണ്ടാൽ ബാക്കിയുള്ള ടിവിയും ഫ്രിഡ്ജും ഒക്കെ നിങ്ങൾ ഓണാക്കിയിടുവോ? നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കത്തില്ലേ? എന്താ കാരണം? നമുക്കറിയാം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ശരീരത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട്, അത് നിങ്ങളുടെ കണ്ണിനാകട്ടെ, കൈക്കാകട്ടെ, ചെവിക്കാകട്ടെ, ശരീരത്തിനകത്താകട്ടെ, വയറിനകത്താകട്ടെ, എവിടെയായാലും ഒരു ചെറിയ രോഗാവസ്ഥ കണ്ടാൽ അതൊരു മുന്നറിയിപ്പാണ്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും നല്ല വെപ്പണുകളിൽ ഒന്നാണ്, സാധ്യതകളിൽ ഒന്നാണ് നമ്മുടെ ആരോഗ്യവും ശരീരവും. അപ്പോൾ അത് പരിപാലിക്കുന്നതിൽ ജാഗ്രത വേണം. ഓടണമെങ്കിൽ ശക്തി വേണമല്ലോ. കർത്താവിൻ്റെ ദാസനായ റൈനാഡ് ബോങ്കെ തൻ്റെ അരികിൽ വന്നൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് അടിസ്ഥാനപരമായി വേണ്ട 2 കാര്യങ്ങൾ. അതിലൊന്ന് ഉത്സാഹമുള്ള മനസ്സും 2 ആരോഗ്യമുള്ള ശരീരവുമാണ്. ഏത് കാലഘട്ടത്തിലും ഉത്സാഹമുള്ള ഹൃദയം രൂപപ്പെടണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം. ശരീരത്തിൽ ക്ഷീണമാണെങ്കിൽ മനസ്സിനൊരു മൂടുണ്ടാകുകയില്ല. നമ്മൾ വളരെ ടയേർഡായി പോകും. അത് വരാതിരിക്കണമെങ്കിൽ, വളരെ കരുത്തോടുകൂടെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ബലമുണ്ടാകേണ്ടതായിട്ടുണ്ട്. ബന്ധങ്ങളുടെ മേൽ മുന്നറിയിപ്പും ജാഗ്രതയും കർത്താവ് തരും. ആ ബന്ധങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്? എല്ലാവരെയും വിശ്വസിക്കരുത്. ആത്മാവിൽ പരീക്ഷിക്കുവാൻ തയ്യാറാകണം. എല്ലാവരെയും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാതെ പരീക്ഷിച്ച് കൊള്ളാവുന്നവരാണെങ്കിൽ മാത്രം ചേർത്ത് നിർത്താൻ. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ സഭകൾക്ക്, ഏഷ്യ മൈനറിലെ സഭകൾക്ക് ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അപ്പോസ്തലന്മാരായിരിക്കെ കള്ളന്മാരായ ചിലരെ പരീക്ഷിച്ചറിഞ്ഞത് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് അതിനെ അഭിനന്ദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ശുശ്രൂഷകരെ നിയോഗിക്കുമ്പോഴും പരിശോധിച്ച ശേഷം കൊള്ളാവുന്നവനെങ്കിൽ ശുശ്രൂഷ ഏൽക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൊള്ളാവുന്നോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചറിയുക എന്നത് ദൈവം നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനു മുമ്പിലെ ഒരു ദൈവപൈതലിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജാഗ്രതയോടുകൂടിയ പ്രാർത്ഥന. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. പക്ഷേ നമ്മൾ ജാഗ്രതയോടെ പ്രാർത്ഥിച്ചാൽ അതിനപ്പുറത്ത് ഒരു മാറ്റം സൃഷ്ടിക്കപ്പെടും. നിലവിൽ ഒന്നുമേ ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ പ്രാർത്ഥിക്കൂ, ചിലതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. നിങ്ങളിപ്പോൾ ഒരു മറുപടിയും കാണാൻ വയ്യാത്ത ഒരു ചോദ്യത്തിന് മുമ്പിലായിരിക്കാം. പ്രാർത്ഥിക്കൂ, സാഹചര്യങ്ങൾ തിരിയും. 10 മിനിറ്റ് ചുവ്വേ പ്രാർത്ഥിക്കാൻ ഒരുവൻ തയ്യാറായാൽ
ആ 11-ാമത്തെ മിനിറ്റ് മുൻപുണ്ടായിരുന്ന സമയം പോലെ ആയിരിക്കുകയില്ല. അത് പുതിയൊരു ദൈവത്തിൻ്റെ ഇടപെടലിനാൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അന്തരീക്ഷമായിട്ട് അത് മാറുന്നത് കാണാൻ കഴിയും. സംശയമുണ്ടെങ്കിൽ ചെയ്തു നോക്കൂ. ആവേശോജ്വലമായി ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. സാധാരണ പാത്രങ്ങളിൽ വെള്ളം കോരിയപ്പോൾ അത് വീഞ്ഞാക്കിയ ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സാധാരണ സമയത്തെ പ്രാർത്ഥനയാൽ നിറയ്ക്കുന്നവന് അവൻ്റെ ജീവിതത്തിലെ അസാധാരണവും അനുഗ്രഹീതവുമായ സീസണായിട്ട് പിന്നീടുള്ള സമയത്തെ യേശു മാറ്റും എന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദൂതിനോട് ചേർന്ന് പറയുമ്പോൾ നന്നായി ഉറങ്ങുക. എന്തിനാണ് നന്നായി ഉറങ്ങണമെന്ന് പറയുന്നത്? ക്ഷീണിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല. ദൈവം നിങ്ങളുടെ ക്ഷീണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കർത്താവ് നിങ്ങളുടെ ബലത്തെ ഇഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളുടെ ഊർജ്ജസ്വലതയെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്ഷീണത്തോടെ മുന്നോട്ട് പോകരുത്. വിശ്രമമില്ലാതെ ഒരു കാരണവശാലും ഓടരുത്. സ്വപ്നം ലഭിക്കുവാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. സ്വപ്നങ്ങൾ ഓർത്തിരിക്കണമെങ്കിൽ സുഖകരമായിട്ട് ഉറങ്ങി ഉണർന്നാലേ മതിയാകുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. മുന്നറിയിപ്പുകൾ കർത്താവ് ദിവസങ്ങളിൽ തരുന്നു. എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളതായ കുറേയധികം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പകർന്നു നൽകി. നിങ്ങൾക്കിത് ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ദൈവപിതാവേ, യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ആത്മാർത്ഥമായി ഞങ്ങൾ ആ തിരുമുഖത്തേക്ക് നോക്കുന്നു. മുന്നറിയിപ്പുകളെ ഞങ്ങൾ ഒരിക്കലും അവഗണിക്കുകയില്ല. കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സ്വപ്നങ്ങൾ അത് ദൈവത്തിൻ്റെ വലിയ ഇടപെടലിൻ്റെ നേരങ്ങളാകയാൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾ ഹൃദയാത്മന അംഗീകരിക്കുന്നു. ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ തലതാഴ്ത്തിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ മേൽ അവിടുന്ന് പകർന്ന സ്വർഗീയ അഭിഷേകത്തിൽ ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അസാധാരണവും അനുഗ്രഹീതവുമായ മാറ്റങ്ങൾ ഇവരുടെ മേലുണ്ടാകട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കളുടെ മേൽ സമാധാനം നിറയട്ടെ. ഭാവിയുടെ മുമ്പിൽ ആശങ്കയോടുകൂടെ നിൽക്കുന്നവർക്ക് അത്ഭുതകരമായ വഴി തുറന്നു വരട്ടെ. എന്ത് ചെയ്യണം, ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ വലയുന്നവർക്ക് കൃത്യമാം വിധമുള്ള ദൈവിക ഡയറക്ഷൻ വെളിപ്പെട്ടു വരട്ടെ. ഇവരുടെ ഓരോ സ്ലീപ്പിംഗ് മൊമെൻറ്റും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ ഗൈഡൻസ് ക്യാച്ച് ചെയ്യാനുള്ള ഓരോ അവസരങ്ങളായി മാറട്ടെ. ഉറങ്ങി ഉണരുമ്പോൾ അലക്ഷ്യമായി ജീവിതത്തെ തള്ളി നീക്കുന്നവരായിട്ടല്ല, ദിശാബോധത്തോടുകൂടി എന്ത് ചെയ്യണമെന്നുള്ള കാര്യപ്രസക്തമായിരിക്കുന്ന തിരിച്ചറിവ് പ്രാപിച്ചവരായി പ്രതികരിക്കുവാൻ, ജീവിതത്തെ അതിൻ്റെ ഗൗരവത്തിൽ നോക്കിക്കാണാൻ ഇവർക്ക് കൃപ ചെയ്യണമേ. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ വേദനയിലാണ്. ഞാൻ എല്ലാവരെയും കർത്താവിൻ്റെ കരത്തിലേൽപ്പിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തോടുകൂടെ വിഷമിക്കുന്ന കുറേയധികം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നു. ഇവർക്ക് വേണ്ടി ശാശ്വതവും അത്ഭുതകരവുമായ വലിയ വിടുതലിൻ്റെ വാതിലുകൾ തുറന്നു വരട്ടെ. കർത്താവ് അങ്ങയുടെ മക്കളെ ശ്രേഷ്ഠതയോടുകൂടെ ഉയർത്തുന്നതിനും അനുഗ്രഹിക്കുന്നതിനായിട്ടും സ്തോത്രം. നന്മകൾ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. വിശാലമായ വഴികളെ, ജീവിതാനുഗ്രഹങ്ങളെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കമൻറ്റുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പലരുടെയും വേദന നിറഞ്ഞ, കണ്ണുനീർ നിറഞ്ഞ വിഷയങ്ങൾ കണ്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. എൻ്റെ ഇപ്പോഴത്തെ യാത്രയിലും ഞാൻ ആഹാരം കഴിക്കാൻ പോകുന്ന ഇടങ്ങളിലുമെല്ലാം എൻ്റെ കയ്യിൽ ഈ ഫോൺ ഉള്ളതുകൊണ്ട് വരുന്ന കമൻറ്റുകൾ കണ്ട് ഞാൻ മാക്സിമം സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ദൈവകരങ്ങളിൽ, പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നെബൂഷ് ഷാമുവേൽ, ദൈവം അനുഗ്രഹിക്കട്ടെ ബ്രദറിനെ. ഹല്ലേലൂയ. റിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ജോയ് ആലീസ് എന്ന് പറയുന്ന സിസ്റ്റർ, ആ കുഞ്ഞിന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ട് വരും. പ്രമീള എന്ന് പറയുന്ന അമ്മ മോന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. 29 വയസ്സായി. അവനൊരു പെൺകുട്ടിയെ ദൈവത്തെ അറിയുന്നൊരു കുഞ്ഞിനെ ലഭിക്കണം. വീട് പണി നടക്കുന്നു. അതിനുള്ള വഴികൾ തുറക്കണം. നിശ്ചയമായും നല്ല ഭാവിയും ജീവിതവും കർത്താവ് ഒരുക്കി തരുന്നതിനെക്കുറിച്ചെന്ന് കേട്ടല്ലോ. തീർച്ചയായിട്ടും ആ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഷൈനി യേശുദാസ്, മോളുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നത് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിലൂടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. ഹാർട്ട് ബീറ്റ് പൾസ് നോർമലാകാൻ വേണ്ടി ഏലിയാമ്മ കോശി എന്ന് പറഞ്ഞൊരു അമ്മ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. ഹൃദയതാളങ്ങൾ നേരെയാകട്ടമ്മേ. കർത്താവിൻ്റെ കൃപ അമ്മയുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സുജി ജോബിൻ, ഞാൻ ആ കോർട്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രാർത്ഥനാ വിഷയം കണ്ടു. നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. ജയ്മോൾ സിസ്റ്ററെ, കർത്താവ് കുടുംബത്തിന് മേൽ സമാധാനം അരുളും. വത്സമ്മ ആൻറ്റി, കർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഞാനതിന് ആമേൻ പറയുന്നു. കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. കർത്താവ് കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ജയ ജേക്കബ്,
ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ തിരുക്കരം ചലിക്കും. ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതലുകളുണ്ടാകും. താങ്ക് യു ജീസസ്. ജോർജ് കുട്ടി എന്ന് പറയുന്ന ബ്രദർ ഇട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഞാൻ കാണുന്നു. ഒരു വീട് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപേക്ഷിച്ചിരിക്കുന്നത്. നമുക്കൊരു ഭവനം എന്ന് പറയുന്ന സ്വപ്നം വളരെ വലുതാണ്. അതിൻ്റെ ആവശ്യകത വളരെ അത്യന്താപേക്ഷിതവുമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നിടത്ത് ആൾക്കാർ വീടുകളിലെ പ്ലാനുകളും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പലരുടെയും ലൈഫിൽ കർത്താവ് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അത്ഭുതകരമായ സാഹചര്യങ്ങൾ ഒരുക്കി അവരെ ആദരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. നിശ്ചയമായും ദൈവം ബ്രദറിന് വേണ്ടിയും അതൊരുക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നോട് തയ്യാറായാലും. ഡെന്നി ചാക്കോ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചല്ലോ, കർത്താവ് അത്ഭുതം ചെയ്യും. ഡെയ്സി സെബാസ്റ്റ്യൻ, കർത്താവിൻ്റെ കൃപ അങ്ങയുടെ മേൽ നിലനിൽക്കട്ടെ. ആ രോഗാവസ്ഥകളുടെ മേൽ അത്ഭുത വിടുതൽ വന്നു ചേരട്ടെ. ഹല്ലേലൂയ. സജിത KR സിസ്റ്ററെ, മോന് വേണ്ടി ദൈവം ഒരു ജോലിയുടെ വാതിൽ തുറന്നു തരും. ഹല്ലേലൂയ. കുഞ്ഞുമോൻ ബ്രദറെ, കർത്താവ് അത്ഭുതകരമായത് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. സന്ധ്യ പ്രിയ സിസ്റ്ററെ, നിങ്ങളുടെ കടഭാരം തീരുന്നില്ല എന്നുള്ളതായ വേദനയുടെ വാക്കുകൾ കണ്ടു. എലീശ പ്രവാചകനിലൂടെ ദൈവം പ്രവാചക ശിഷ്യൻ്റെ വീട്ടിൽ ചെയ്ത അത്ഭുതം നിങ്ങളുടെ വീട്ടിലും ചെയ്യുവാൻ യേശു മതിയായവനാണ്. നിങ്ങൾക്കുള്ള നന്മ വളരും. നിങ്ങൾക്കുള്ള തുകയിൽ നിന്ന് നിങ്ങളൊരു അത്ഭുതത്തിലേക്ക് വളർന്നു വരും. മേരി തോമസ് മോൾക്ക് UK ജീസസ്, അവിടെ ഒത്തിരി പ്രോബ്ലങ്ങളുണ്ടെന്ന് കാണുന്നു. കർത്താവ് അത്ഭുതകരമായൊരു സാഹചര്യം സൃഷ്ടിക്കട്ടെ. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് യേശു പറഞ്ഞ ആ ഒരു അത്ഭുതം കടലിൻ്റെ മീതെ നടന്നു പോകുന്നതോ, കർത്താവ് പടകിൽ നിന്ന് അമരത്തുനിന്ന് ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതോ ആയ ഒരു അത്ഭുതം വായിച്ച ആ മോക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ബിനി ഫ്രാൻസിസ്, ഈവിൾ സ്പിരിറ്റിൻ്റെ മേൽ നിന്ന് ഒരു ഡെലിവറൻസിന് വേണ്ടിയാണ്. സാത്താൻ തോറ്റവനാണ്. നമ്മൾ അവൻ്റെ മുമ്പിൽ ജയാളികളായിട്ട് അങ്ങ് നിന്നാട്ടെ. അത് പോരാടാനല്ല, നമ്മൾ വാഴുന്ന സഭയെ വിട്ടു പോകാൻ പറ യേശുവിൻ്റെ നാമത്തിൽ. ആ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും. ആര്യയ്ക്കൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. റസീദ മീര എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ശശിമാർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യട്ടെ. ഹല്ലേലൂയ. ജസ് മല്ലിക എന്ന് പറയുന്ന ആൻറ്റി പറഞ്ഞിരിക്കുന്നത് അവളൊരു വിഡോയാണ്. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയും ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. എനിക്ക് കർത്താവിൽ അറിയാവുന്നൊരു കാര്യം എന്നാ അറിയാവോ? അനാഥരെയും വിധവമാരെയും എൻ്റെ കർത്താവ് ഉപേക്ഷിക്കത്തില്ലെന്നുള്ളതാണ്. ഒരു കാരണവശാലും കർത്താവ് തള്ളിക്കളയല്ല. പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ദൈവം അയക്കും തക്ക സമയത്ത് തൻ്റെ പദ്ധതികൾ. ലിസി ജോർജ് എന്ന് പറഞ്ഞ ആൻറ്റി മോക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നല്ലോ. ദൈവം അത് ചെയ്യും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. സിസ്റ്റർ ജിനി മോന് PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 16 ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രസന്ന ചേച്ചി, ശരത്തിനും സജിത്തിനും ഷാജിനും മിന്നൂനും ഇവർക്ക് വേണ്ടി എല്ലാം കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. നിങ്ങൾക്ക് വീടില്ല, കടമാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം യേശുവേ നാമത്തിൽ ചെയ്തു തരും. കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി. രോഹിത് കാനഡയിലാണ്. PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അളവൊന്നുമില്ല, എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. USA അഡ്മിഷൻ, മാളുവിൻ്റെ USA അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. കർത്താവ് അത് ചെയ്യട്ടെ. അനുമോൻ്റെ മാരേജ് പെട്ടെന്ന് നടക്കുവാൻ കർത്താവ് അത് ഒരുക്കട്ടെ. ഹല്ലേലൂയ. നിതിനും ദിനിഷയും ചർച്ചിൽ വരുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ബിരിയാണി പ്രസ്ഥാനം ഉയർച്ചകൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആൽഫിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ. ആൽഫിയുടെ ആ ഒരു കരിയർ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ഷൈനി എബ്രഹാം, ഒരു സഹായം നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വരും. അന്നമ്മ തോമസ്, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും വെളിപ്പെടുവാൻ്റെ. ശാന്തി ആൻറ്റി, ആദർശിൻ്റെ +1 അഡ്മിഷന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ആ മോൻ്റെ 10th എക്സാമിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചതാണ്. ദൈവം നൽകിയ നല്ല വിജയത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിന് വേണ്ടി അടുത്ത ഉപരിപഠനത്തിൻ്റെ ഭാവിയുടെ വാതിൽ ദൈവം തുറക്കുകയാണ്. സിസ്റ്റർ ഷേർലി അലക്സ്, മോൻ്റെ സാലറി ബ്ലോക്കാണെന്ന് കണ്ടു. അത് ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ എന്ന് ഞാൻ പറയുന്നു. നമ്മളിങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞാൽ നടക്കുമോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംശയിക്കുന്നത്. യേശുവിൻ്റെ നാമം ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഉറപ്പായിട്ട് സംഭവിക്കും. കാരണം ഇല്ലാത്തതിനെ സൃഷ്ടിക്കാനുള്ള അപാരമായ ശക്തി യേശുവിൻ്റെ വലിയ നാമത്തിനുണ്ട്. അത് പറയുന്നവൻ കൂടുതലായി അതിൻ്റെ ഫലം കൊയ്തിരിക്കും. ഷൈമോള് പറഞ്ഞിരിക്കുന്നത് 5 വയസ്സുള്ള ഹീര എന്ന് പറയുന്ന കുഞ്ഞ് ഇൻഫ്ലുവൻസ വൈറസിനാൽ ബാധിക്കപ്പെട്ട രോഗിയായിരിക്കുന്നു.
കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ആ കുഞ്ഞിൻ്റെ മേൽ ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ പൈതൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ജീസസ്. കുഞ്ഞാറ്റാമോൾ, കർത്താവെ ഒന്ന് വേഗം വരണമേ. യെസ്, ആമേൻ. മാറാനാഥ. സൈലിൻ വർഗീസ് മാത്യു, ആമേൻ, ആമേൻ, ആമേൻ. സിസ്റ്റർ ജാൻസി, കുടുംബത്തിൻ്റെ മേൽ സമാധാനമുണ്ടാകട്ടെ. ജോഷുവ ബ്രദർ, ഫെബിനും അനുഗ്രഹിക്കപ്പെടട്ടെ. നഷ്ടപ്പെട്ട ക്യാഷ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. സുശീല എന്ന് പറഞ്ഞ ആൻറ്റി 20-ാം തീയതി 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നാണ് ആൻറ്റി അറിയിച്ചിരിക്കുന്നത്. കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. റോബിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ബിന്നി റോയി എന്ന് പറയുന്ന ബ്രദർ പറഞ്ഞിരിക്കുന്നത് ബ്രിറ്റു എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യമാണ്. കർത്താവ് സുഖമാകട്ടെ ബ്രദറെ. ഹല്ലേലൂയ. അവൻ്റെ എല്ലാ ഇൻഫെക്ഷനുകളും മാറട്ടെ. ലിവറിലും കിഡ്നിയിലും വ്യാപിക്കുന്ന രോഗങ്ങൾ മാറട്ടെ. ലാസറിൻ്റെ ശരീരം കംപ്ലീറ്റ്ലി പോയെടുത്ത് ഒന്ന് തിരിച്ചു വന്നത് യേശുവിൻ്റെ ശക്തിയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മേലും അങ്ങനെ ഒരു അത്ഭുതം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. ഗൂഗിളിന് ഒരു നല്ല ജോലി കിട്ടുവാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന സുചിത്ര പ്രകാശ് എന്ന ചേച്ചി, ദൈവം കുഞ്ഞിന് വേണ്ടി അത് ചെയ്യും. പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. ബിന്നി റോയ്ക്ക് വേണ്ടി നമുക്ക് ആ ബ്രദർ പറഞ്ഞ ബ്രിറ്റുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, 3-4-5 കമൻറ്റുകളിലായി ആ പൈതലിൻ്റെ സങ്കടകരമായ രോഗാവസ്ഥയെക്കുറിച്ച് ആ മാതാപിതാക്കൾ വേദനയോടെ അറിയിച്ചിരിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. പരിപൂർണമായ മാറ്റം വന്നു ചേരട്ടെ. അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ വിടുതലിൻ്റെ വചനം ആ പൈതലിൻ്റെ മേൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ 103-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം ചൊല്ലി അവൻ്റെ നാവേൽ 2-3 തുള്ളി തേൻ വചനം ചൊല്ലിക്കൊണ്ടൊന്ന് അവന് ഭക്ഷിക്കാൻ കൊടുത്താട്ടെ. ഇന്ന് മാത്രമൊന്നല്ല, നമ്മളൊരു മരുന്നിൽ വിശ്വസിക്കുന്നില്ലേ? മെഡിസിൻ നമുക്ക് വിശ്വാസമായതുകൊണ്ട് നമ്മളിത് കഴിക്കുന്നത്. അതിനേക്കാളും നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ വചനം. എന്നും പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏത് വൈദ്യശാസ്ത്ര വിധികളും ശരീരത്തിൽ ഫലപ്രദമാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണം. അവിടെ തീർച്ചയായിട്ടും നമുക്ക് ആ നിലയിലൊരു ദൈവപ്രവൃത്തിയും കൂടെ കുഞ്ഞിൻ്റെ മേൽ നടക്കാൻ വേണ്ടി ഈ കാര്യം ഒന്ന് ചെയ്താട്ടെ. ഞാൻ ബ്രിറ്റുവിൻ്റെ കാര്യത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. സുജാ വർഗീസ് സിസ്റ്ററിൻ്റെ വിസ പ്രോസസ്സിൻ്റെ മേലുള്ളതായ ഒരു വിടുതലിന് വേണ്ടിയാണ് അപേക്ഷിച്ചിരിക്കുന്നത്. 16-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാൻ പിന്നെയും ആവശ്യപ്പെടുന്നു. മറിയാമ്മ പോൾ എന്ന് പറഞ്ഞ ആൻറ്റി, മോള് ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ളതായ കമൻറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കർത്താവ് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യകരമായി പൈതലിൻ്റെ വിടുതലിൻ്റെ വാർത്ത അടുത്ത മണിക്കൂറിൽ അമ്മയുടെ കാതുകളിൽ എത്തട്ടെ. എൽസ തോമസ് സിസ്റ്ററെ, ആ കേസിൻ്റെ കാര്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം ഞാൻ കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ. മിസ്സായിപ്പോയ പേപ്പർ കൃത്യമാംവിധം അത് കണ്ടെത്തപ്പെടട്ടെ. പലപ്പോഴും റെസ്പോൺസിബിൾ അല്ലാത്ത വ്യക്തികൾ അവരുടെ കൈകൾ കിട്ടുന്ന ഇങ്ങനത്തെ ഫയലുകളെ മിസ് ചെയ്തു എന്നൊക്കെയുള്ളതായ വാർത്തകൾ പറയാറുണ്ട്. പക്ഷേ അതങ്ങനെ ആയിരിക്കണമെന്നില്ല. നമുക്കെങ്കിലും വിജയം നമുക്ക് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കുമെന്നാണല്ലോ കർത്താവിൻ്റെ വചനം. അപ്പോൾ ഒരു വിജയം ആ മേഖലയിൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഷീജ എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ ഹെഡേക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ബിന്ദു എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ മോളുടെ എക്സാമിൻ്റെ വിഷയം, ഇതെല്ലാം ദൈവകരങ്ങളിലേക്ക് വെക്കുന്നു. സിസ്റ്റർ ജയ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജെറിൻ്റെ ജോലിക്ക് വേണ്ടി റീന എന്ന് പറയുന്ന ആൻറ്റി പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം കണ്ടിരിക്കുന്നു. കർത്താവ് വലിയ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി കേട്ടോ. ഏലിയാമ TM മോൻ്റെ ബി സി എയുടെ എക്സാം നടക്കുന്നു. പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നല്ല വിജയങ്ങളുണ്ടാകട്ടെ അമ്മേ. സീന സൗമേൽ ഒരു സ്കൂൾ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപേക്ഷിച്ചിരിക്കുന്നത്. താങ്ക് യു ജീസസ്. അത്ഭുതമുണ്ടാകട്ടെ. രജീഷ് ശ്രുതി അവർ വേർപിരിയലിൻ്റെ വക്കിലാണ്. പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ് ഒരമ്മ. ശോഭന, അമ്മേ, കലഹങ്ങളും വേർപിരിയലുകളും പൈശാചികമാണ്. കർത്താവ് ഒരു കുടുംബവും വേർപിരിയാൻ ആഗ്രഹിക്കുന്നില്ല. നിശ്ചയമായും അവരൊന്നിക്കണമെന്നുള്ള നിങ്ങളുടെ തീരുമാനത്തെ യേശു പിന്തുണയ്ക്കും. ഞങ്ങളും അതിനോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്തേ. ആ കുടുംബം ഒന്നിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ നസ്രനാം യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. സമാധാനത്തിൽ സ്നേഹത്തിൽ ജീവിക്കട്ടെ. ഡോക്ടർ മെറിന് വേണ്ടിയും ഡോക്ടർ സ്റ്റീവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മോക്ക് മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ശ്യാമള ചേച്ചിയെ കുഞ്ഞിന് വേണ്ടി ദൈവം അത് ചെയ്യും. സ്വന്തമായി വീടില്ലാത്ത ബിൻസിക്കൊരു ഭവനം കിട്ടിയില്ലേ, പിന്നെ ആർക്കാ കിട്ടുക? നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഷീല വർഗീസ്, ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, പക്ഷേ ഉത്തരം ഒന്ന് മാത്രം, കർത്താവ് അത്ഭുതം ചെയ്യും. മിനി ജോസ് മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ.
തീർച്ചയായിട്ടും അവൻ്റെ ആ ഉഴൽച്ചകൾ, വിഷമങ്ങൾ മാറും. ദൈവം അത്ഭുതം ചെയ്യും. ശുഭാഷായൻ, കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. സങ്കടപ്പെടരുതേ. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് വാതിലുകളെ തുറക്കും. പത്മിനി ഓമനക്കുട്ടൻ, അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. 20 ലക്ഷം രൂപ തിരിച്ചു കിട്ടാനുള്ള ആ കേസിൻ്റെ മേൽ ദൈവത്തിൻ്റെ വഴി ഉണ്ടാകും. ഷീല സിസ്റ്ററെ, അയന 8 ലക്ഷം രൂപയുടെ ആ ഒരു വിഷയത്തിന്മേലുള്ള സങ്കടം കണ്ടു. ദൈവം അത്ഭുതം ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ ഞാൻ ആ കാര്യത്തിൽ സങ്കടപ്പെടരുത്. രേഷ്മയ്ക്ക് ഒരു അഡ്മിഷന് വേണ്ടി BSc നഴ്സിങ്ങിന് അമ്മ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ദൈവം അത്ഭുതം ചെയ്യും. മധു KJ, നിങ്ങൾക്ക് മാറാൻ വീടില്ല, തുറക്കപ്പെടുമെന്നേ, വിഷമിക്കാതെ. റെനി തോമസ്, മോൻ്റെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാം. സരോജം സിസ്റ്റർ, മോളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഇത് കണ്ടു, 19-ാം തീയതി. ദൈവം അത്ഭുതം ചെയ്യും. സുമ ഫ്രാൻസിസ്, പ്രിയ പിതാവേ, കരനീട്ടണമേ കുടുംബത്തിന് വേണ്ടി. മുങ്ങിത്താഴ്ന്നവനെ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഉറപ്പുള്ള പാറയിൽ നിർത്തുന്ന അങ്ങയുടെ അത്ഭുതം ഈ കുടുംബത്തിന് വേണ്ടി നീട്ടണമേ അപ്പാ. നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിൽ ഈ സൂസമ്മ എന്ന് പറയുന്ന അമ്മ ഭാരപ്പെടുന്നു. കർത്താവ് ഇവരുടെ കരുണ കാണിക്കണമേ. ഒരു വാതിൽ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. പ്രിയ പിതാവേ, ഈ കമൻറ്റുകളിലൂടെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന 100 കണക്കിന് മക്കളെയെല്ലാം ഒരു നിമിഷം ഞാൻ ആ പൊന്നുകരങ്ങളിലേക്ക് തിരികെയാണ്. ഈ പ്രാർത്ഥനകളെല്ലാം കർത്താവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അർപ്പിച്ചിരിക്കുന്നതാണ്. തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവർക്കായി വെളിപ്പെടും. അത്ഭുതം എൻ്റെ അപ്പൻ ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു നാഥ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.